പക്ഷേ ബാക്കിലാൾ ചവിട്ടിയില്ല. അയാൾ നേരെ എൻ്റെ ഷോൾഡറിൽ വന്നാണ് ലാൻഡ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ക്രാഷായി. പിന്നെ ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ ബെൻഡായി പോയി. ഈ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇനി ദുരാവിൽ എന്ത് വേറെ സുഖത്തിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിതിനോടൊന്നും താരതമ്യം തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ദിസ് ഈസ് വൈ വി ആർ ലിവിങ് ഫോർ മോട്ടോർ സ്പോർട്സ്. ഇതൊക്കെ റേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് യുനോ. അടുത്തിൽ നമ്മൾ പിടിക്കുക, അത്രയല്ലോ അടിക്കേ. ദിസ് ഈസ് അമേസിംഗ് ഗയ്സ്. വൗ, വാട്ട് എ കംബാക്ക് ഫോർ ദ റെയിൻ. ഹേ, ജോലി മാറ്റി വെച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ അത് കാശുള്ളത് കൊണ്ട് മാത്രം സാധിക്കുന്ന സാധനമല്ല. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്ര നാളെ പരിശ്രമിച്ചതും കാര്യങ്ങളൊക്കെ. നമസ്കാരം. ഇപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നമ്മൾ ഓട്ടോണിറ്റി ബാംഗ്ലൂർ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് യലാങ്കയിലേക്ക് വേണ്ടി പോകണം. യലാങ്ക മോൾ ഓഫ് ഏഷ്യൻ്റെ ബാക്കിലാണ് MRF FMSCI ഇന്ത്യൻ നാഷണൽ സൂപ്പർ ക്രോസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ 5ാമത്തെ റൗണ്ട്, ദാറ്റ് മീൻസ് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് നടക്കാൻ പോകുന്നത്. ഈ റേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MRF നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് 6 റൗണ്ടായിട്ടാണ് നടക്കുക. 6 റൗണ്ട്സ് അക്രോസ് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പല റൗണ്ടുകൾ. ഇതിലിപ്പോൾ 5ാമത്തെ റൗണ്ടാണ് ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്നത്. ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദിസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൗണ്ട് കേരളത്തിൽ നടക്കാൻ പോവാണ്. കേരളത്തിൽ ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ആ റൗണ്ടിൽ ഈ 6 റൗണ്ട് ഞാൻ പറഞ്ഞു, ആ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്ന ആളാണ് നാഷണൽ ചാമ്പ്യൻ ആവുക. 2024 നാഷണൽ ചാമ്പ്യൻ. സോ ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് റേസിംഗ് ഉണ്ട്. കുട്ടികളുടെ റേസ് ഉണ്ട്, അതായത് ചെറിയ കുട്ടികൾ ഓടിക്കുന്ന റേസ് ഉണ്ട്. അതല്ലാതെ എക്സ്പേർട്ട് റൈഡേഴ്സിൻ്റെ റേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഓഫ് റേസിങ്ങിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് ഈ 5 റേസ് 6 റേസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളുകളാണ്. ഇപ്പോൾ ബാംഗ്ലൂർ മോട്ടോർ സ്പോർട്സ് ഇസ് ഓൾസോ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. നമ്മൾ എല്ലാ വർഷവും ഓടിക്കാറുണ്ട്. ഇപ്പോൾ ഓട്ടോക്രോസ് റേസിൽ ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പിന് അബിയസ്ന, അത് ബാംഗ്ലൂർ മോട്ടോർ സ്പോർട്സ് റൈഡർ അബിയസ്ന, അതാണ് അതിന് നാഷണൽ ചാമ്പ്യൻ ആയത്. ഇത് സൂപ്പർ ക്രോസ് റേസാണ്. അപ്പോൾ ഓട്ടോക്രോസും സൂപ്പർ ക്രോസും നിങ്ങൾക്കറിയാം. ഓട്ടോക്രോസ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ട്രാക്ക് ആയിരിക്കും. ഫ്ലാറ്റ് ട്രാക്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. ആൻഡ് കമ്മിങ് ടു സൂപ്പർ ക്രോസ് യു ക്യാൻ സീ മൾട്ടിപ്പിൾ ജംപ്സും അതുപോലെ തന്നെ ടേബിൾ ടോപ്പുകളും ബം ഷോട്ടുകളും അങ്ങനെ കുറച്ചും കൂടെ അഡ്വഞ്ചർ കൂടുതലാണ് സൂപ്പർ ക്രോസ് റേസിങ്ങിൽ. ബിക്കോസ് നല്ല ജമ്പുകളൊക്കെ കാണാം. ബൈക്ക് എയറിൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണാറില്ലേ? ആ കൈൻഡ് ഓഫ് റേസാണ് സൂപ്പർ ക്രോസ് റേസ്. ഇന്നിപ്പോൾ അതിൻ്റെ 5th റൗണ്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ മോട്ടോർ സ്പോർട്സ് റൈഡേഴ്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണാം, നമ്മളെ പോയിൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ബാക്കി റേസിങ്ങിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ റേസ് ട്രാക്കിൽ എത്തിയിട്ട് കാണാം. നിങ്ങൾക്ക് മോട്ടോർ സ്പോർട്സ് ഇഷ്ടമാണ്, റേസിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് എല്ലാ റേസിങ്ങിനെ കുറിച്ചും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. റേസിങ്ങിൽ ആരൊക്കെയാണ് ഇന്ത്യ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു യാത്രയിലാണ്. ബാംഗ്ലൂരിൽ ട്രാഫിക് അറിയാമല്ലോ, ഫുൾ ത്രോട്ടിൽ നമുക്ക് അവിടെ ഉണ്ടാകും. മോട്ടോർ സ്പോർട്സ് റൈഡേഴ്സ് ആർ ഹിയർ. ജോസേട്ടനുണ്ട്. ജോസേട്ടനാണ് ദ മാൻ ബിഹൈൻഡ് ദിസ്. ഈ 3 നമ്മളെ റൈഡേഴ്സ് ഓടിക്കുന്നുണ്ടെങ്കിൽ ആ 3 റൈഡേഴ്സിൻ്റെ ഫാദറാണ് ജോസേട്ടൻ. എന്താണ് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ റേസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇന്നത്തെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ? എന്താണ് നമ്മളൊരു പൊസിഷൻ, നമ്മുടെ റൈഡേഴ്സിൻ്റെ പൊസിഷൻ ഒക്കെ നിങ്ങളത് പറയണം. എവിടെ റൈഡേഴ്സൊക്കെ എവിടെ? SX2 ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റയനാണ്. കഴിഞ്ഞ പൂനെ റേസിന് നമുക്കൊരു 14 പോയിൻറ്റ്സിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 2 മോട്ടോയിലും നമുക്ക് സ്റ്റാർട്ടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് മോട്ടോയിലും ക്രാഷായി ഡെഡ് എൻഡ് ആയി പോയി. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ ലീഡേ ഉള്ളൂ. ഇപ്പോൾ ഫോർ ഹിം ഇറ്റ്സ് എ ഡു ഓർ ഡൈ സിറ്റുവേഷൻ. കാരണം നമുക്ക് ഈ ഒരു റേസോട് കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡിലേക്ക് നമ്മൾ എത്തിക്കണം. എന്നാൽ മാത്രമേ കൊച്ചിയിലെ ഒരു ഈവൻറ്റ് നമ്മൾക്ക് ഒരു ഹാപ്പി മൂഡിൽ നമ്മൾക്കത് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. വിൽമ വാസ് ലീഡിങ് 3rd. ഈ ഒരു റേസോട് കൂടി ചാമ്പ്യൻഷിപ്പ് ലീഡും റണ്ണറപ്പും ആവാനായിട്ട് കഴിയട്ടെ എന്നാണ് നമ്മളുടെ ഒരു പ്രാർത്ഥനയും എല്ലാം. നമ്മൾക്ക് ഇന്ന് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. നാളെ റേസിനത്തേക്ക് ഇപ്പം ഇന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യണം. ഇപ്പം നാളെ നല്ലപോലെ ചെയ്യാൻ സമാധാനത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയ ബൈക്കാണ്. അതെ, പുതിയ ബൈക്ക് അല്ല, അതിനെക്കുറിച്ച് അപ്പോൾ നമ്മളെ പഴയ ബൈക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കാരണം പുതിയൊരു ബൈക്ക് KTM ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. അതെ, KTM ഓടിക്കുന്നതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ ബൈക്ക് മാറാന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് ഓരോ ബ്രാൻഡിനും ഓരോ മെഷീനും ഓരോ സ്വഭാവങ്ങളാണ്.
ഈ സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കുറച്ച് ഓടിക്കണം. പക്ഷേ നമുക്ക് അത്ര ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ റേസ് ആണെങ്കിലും കുറച്ച് ചലഞ്ചിങ് ആവാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നതും ഈ ബൈക്കിൽ ഒരു മാറ്റം വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലേ? അതൊരു ചലഞ്ചിങ് തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ എന്തെന്നെ ആയാലും നല്ല പ്രാക്ടീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം അതിന് നല്ല രൂപത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും തരാറുണ്ട്. ട്രൈബൽ അഡ്വഞ്ചർ കഫേ അല്ലേ, വെരി ഗ്രേറ്റ്ഫുൾ ആണ്. ദൈവം ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ? ഇപ്പോൾ കറൻ്റ്ലി ഞാൻ തേർഡാണ്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് തീരുന്ന സമയത്ത് റണ്ണറപ്പ് ആവാനാണ് നമ്മൾ നോക്കുന്നത്, ട്രൈ ചെയ്യുന്നത്. അതെ, ഈ ലാസ്റ്റ് റൗണ്ട് ബെസ്റ്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണുള്ളത്. അവിടെ കാച്ചും അല്ലേ? അടിപൊളി അടിപൊളി സൂപ്പർ. ഞാൻ ഇപ്പോൾ റണ്ണറപ്പ് ആയിരുന്നു ജൂനിയർ 6-1. ഓക്കെ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പൂനെയിൽ വെച്ച റേസിൽ ചെറിയൊരു വീഴ്ച വന്നുകൊണ്ട് ഈ റേസ് ഒന്ന് റെസ്റ്റാണ്. ഒരു വലിയ വീഴ്ചയാണ് കേട്ടോ കഴിഞ്ഞ റേസിൽ സംഭവിച്ചത്. വെരി ഡിസപ്പോയിൻറ്റിങ്. ശരിക്കും പറഞ്ഞാൽ വീഴ്ച കണ്ടപ്പോൾ ഞാൻ ഇതിലും കൂടുതൽ പറ്റേണ്ട ഒരു വീഴ്ച, ആ ഒരു വിഷ്വൽ ഞാൻ ഷെയർ ചെയ്യാം ഇത് വീഡിയോയിൽ തന്നെ. നിങ്ങൾ കണ്ടുപോയാൽ ഞെട്ടു. പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ചെറിയ പരിക്കുകളോടെ നമ്മൾ രക്ഷപ്പെട്ടു എന്നിട്ട് വേണം പറയാൻ അല്ലേ? അപ്പോൾ ഇന്ന് ഓടിക്കാനുള്ള സാധ്യത കുറവാണ്, ബിക്കോസ് നല്ലൊരു പറ്റൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ കൊച്ചിയിൽ ഒന്ന് നമ്മൾ പൊളിക്കും, തകർക്കും. നമ്മളെ നാടാണ്, എല്ലാവരും വളരെ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണുള്ളത്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ഫൈനൽ റൗണ്ട് MRF ഒക്കെ വരാമെന്ന് പറയുന്നത് ഓരോ മലയാളീനെ സംബന്ധിച്ചിടത്തോളം വെരി പ്രൗഡ് മൊമെൻറ്റ്സ് ആണ് വരാൻ പോണത്. അതിനൊക്കെ നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു വലിയ ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫുൾ ത്രോട്ടിൽ ദ ഹോൾ ടീം വിൽ ബി ദർ. അപ്പോൾ ഇതൊക്കെയാണ് റേസിംഗ് വിശേഷങ്ങൾ. ക്രൂട്ടിനി പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു. ഒരു പ്രാക്ടീസ് സെഷനാണ് അടുത്തത്. ആൻഡ് ടുമോറോ ഇസ് ദ റേസ് ഡേ. യെസ്, വി ആർ ഓൾമോസ്റ്റ് ഡൺ. ടുമോറോ റേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നാളത്തെ റേസ് ഡേ ആണ്. നാളെ ബാക്കി നല്ല പെർഫോമൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും. Very good morning everyone, and today is the race day and Vivandos Motorsports riders are having a track walk. ഇന്നത്തെ ഈ ഒരു റേസ് ശരിക്കും ഒരു നിർണായക റേസായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഹേഗ് ഈസ് ലീഡിങ് വിത്ത് 6 points ഇൻ ദിസ് ചാമ്പ്യൻഷിപ്പ്. 6 റൗണ്ടാണ്. അതായത് കഴിഞ്ഞ റൗണ്ടിലൊക്കെ നമ്മൾ 16 pointsലായിരുന്നു ലീഡ്. അതിൽ നമ്മൾ പൂനെ റേസിൽ പിന്നിലേക്ക് ആവേണ്ട സാഹചര്യം ഉണ്ടായി. ആൻഡ് അവിടെ നമുക്ക് 16 പോയിന്റിൽ നിന്ന് നമ്മൾ 6 പോയിന്റിലേക്ക് എത്തി. എന്നിരുന്നാൽ പോലും ലീഡ് വൈസ് 6 പോയിന്റ് കൂടുതലാണ്. പക്ഷേ ഫിനാലെ, ദ ഗ്രാൻഡ് ഫിനാലെ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സിറ്റി, കൊച്ചിയിൽ നടക്കുന്നതിൽ നമുക്ക് കുറച്ചും കൂടെ പ്രഷർ എടുക്കാതെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേസ് നമ്മൾ ഷുഡ് കം ഇൻ പോഡിയം. ആ ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരാംസെ നമുക്ക് കൊച്ചി റേസ് തകർക്കാൻ പറ്റും. ആൻഡ് ഇൻഷാല്ലാ ഹേഗ് ഈസ് ഗോയിങ് ടു ബി ദ നാഷണൽ ചാമ്പ്യൻ 2024. അപ്പോൾ ഇനി ട്രാക്കിലെ വിശേഷങ്ങളും ട്രാക്ക് വാക്കും, അത് കഴിഞ്ഞിട്ട് ബ്രീഫിങ്ങും, പിന്നീട് റേസും. അപ്പോൾ നമ്മൾ തകർക്കാൻ പോവാണ്. So good to see you. Same. Yeah. Guys, your boys are doing good. Come here. This is the first call for all the riders to please come towards the start line for riders briefing. So both the riders are getting ready. Race hour ആയി. ബൈക്കെല്ലാം സെറ്റാണ്. Let's go to the start line. Come on. Haig and Wilmer is actually in the start line. നമ്മൾ റേസ് നടക്കാൻ പോവാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു റേസ്. ബിക്കോസ് ആസ് ഐ സെഡ് വി ആർ ജസ്റ്റ് ലീഡിംഗ് വിത്ത് 6 points. അപ്പോൾ ഈ റേസ് കിട്ടാന്നുള്ളത് that will make us comfortable for the next finale. Let's hope for the best. Competition number 43, Ryan Haig on the KTM. Wow! Come on! Ryan Haig was in the 3rd position, as you have seen. Now look at this. How this Bangalore Motorsports rider, what he is leading. He is leading in the 1st position now.
My God, what a great job. And followed by Abdullah. And Surayan, what's happening? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് മോട്ടോ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റിലേക്ക് വന്ന് അധികം പുഷൊന്നും ഒട്ടും പുഷ് ചെയ്തില്ല. റേസ് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത് ഡാഡിയോ അത് തന്നെ പറഞ്ഞത്, വെറുതെ പുഷ് ചെയ്ത് വീഴണേക്കാളും നല്ലതാണ് വെറുതെ ആ ഫ്ലോയിൽ തന്നെ ഓടിക്കുക. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റി. ഇനിയൊരു അതെ, പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ട് ഓടിക്കുന്നുണ്ടായില്ല. പക്ഷെ അത് കുഴപ്പമില്ല, റേസല്ല, എനിക്ക് ചാമ്പ്യൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ നോക്കിയത്. ഫസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെക്കൻഡ് ആണെങ്കിലും മതി, ഫോർത്ത് ആണെങ്കിലും മതി. പക്ഷേ നമ്മൾ ഫസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതെ അതെ, ഫുള്ള് സേഫ് ആയിരുന്നു, പുഷ് ചെയ്തില്ല ഞാൻ. അപ്പോൾ താങ്ക് യു ബാൻഡിഡോസ്, ഡാഡി, അമ്മ, താങ്ക് യു ജീസസ്. അടിപൊളിയാണ്, ഭയങ്കര ഫീലിലാണ് കേട്ടുള്ളത്. ബിക്കോസ് ആസ് ഐ സെഡ്, ഇതൊരു ഫിനാലെ പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള റേസാണ്. അതുകൊണ്ടാണ് ഡൺ എ അമേസിംഗ് ജോബ്. ഹേ, താങ്ക് യു സോ മച്ച്. മുനഭായ്, നമ്മൾ ചീഫ് ടെക്നീഷ്യൻ, the man behind all these machines. எப்படி இருக்கு முனபாய், என்ன இது, how happy you are? நான் ஹாப்பி தான், நல்லா ஓட்டிருக்கு. ஸ்டார்ட்டு 4th வந்திருக்கு, ஃபைனல் ஃபர்ஸ்ட் பொசிஷன் பண்ணிருக்கு. எஸ், இப்போ சாம்பியன்ஷிப்பில் லீடில் இருக்கு. സൂപ്പർ ഹാപ്പി ആയിരുന്നു. ദാറ്റ് യു ഫെൽ ഡൗൺ അല്ലേ, എന്താ പറ്റിയത്? അത് ബാക്കിൽ തന്നെ പോയി ചേട്ടൻ്റെ. അപ്പം ആ ബാക്ക് ടയറിൽ ഇടിച്ച് ഞാൻ വീണുപോയി. അതെ, എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ടൈം അവിടെ പോയി. പിന്നെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് ലാപ്പ് തീർന്നു. വിഷമിക്കണ്ട, ഇതൊക്കെ റേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് യുനോ. അടുത്തിൽ നമ്മൾ പിടിക്കും, അത്രയല്ലോ അടിക്കേ. This is amazing, guys. Wow, what a comeback for the rain. Hey, yes, super bro. This is the best part of the race. You know, race already loose ആയി, ബാക്കിലേക്ക് പോയി, ഒരു ക്രാഷ് ആയി, then തേർഡിലേക്ക് വന്ന്, and finally before finish line he became the first. ഈ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇനി ദുരാവിൽ എന്ത് വേറെ സുഖത്തിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിതിനോടൊന്നും താരതമ്യം തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ദിസ് ഈസ് വൈ വി ആർ ലിവിങ് ഫോർ മോട്ടോർ സ്പോർട്സ്. രണ്ട് റേസിലും വളരെ സ്മാർട്ടായിട്ട് പേഷ്യൻസോട് കൂടിയിട്ട് ഹേഗ് ഓടിച്ച ഒരു പ്രൊഫഷണലിയാണ് ഈ ഒരു റേസ് അറ്റംപ്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇനി വരാനുള്ള കൊച്ചിൻ റേസിൽ നമ്മളെ നാട്ടുകാരുടെ മുന്നിൽ കൊടുക്കില്ല എന്നുള്ള വാശി, ദിവസങ്ങളോളം കഠിനമായിട്ട് ഹാർഡ് വർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇന്ന് കാഴ്ചവെച്ചുള്ളത്. എന്താണ് പറയാനുള്ളത് ഹേഗ്? നമ്മൾ കുറേ ആയി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഫുള്ള് നമ്മളുടെ എഫേർട്ട് ഇടുന്നു, ഡാഡിയുടെ എഫേർട്ട് ഇടുന്നു. നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് 2 റൗണ്ടായിട്ട് നമ്മൾ ആ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്താണ് മിസ് ചെയ്തതെന്ന് എനിക്ക് ഡാഡി പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ മൈൻഡ് കുറേ കാമാക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യവും ഫാസ്റ്റാണ്, പക്ഷേ നമുക്ക് ആ റിസൾട്ടിലേക്ക് വരാൻ പറ്റണമെങ്കിൽ അത് നമ്മളുടെ ഓടിക്കണത് കൊണ്ടല്ല, വണ്ടിയുടെ കാരണമല്ല, ഞാൻ തന്നെയായിരുന്നു. ഈ പ്രാവശ്യത്തെ റേസിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ഉറപ്പിച്ചതായിരുന്നു എനിക്ക് വിൻ ചെയ്യണം. പക്ഷേ വിന്നെന്ന് പറയണത് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണതല്ല, ദൈവം കൂടി തരേണ്ടത്. അപ്പോൾ ആ ഒരു ഇതും എനിക്ക് വേണം. അപ്പോൾ അതെൻ്റെ മൈൻഡിലുണ്ടായി. കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഫസ്റ്റ് വന്ന് ആ പോയിന്റ്സ് നമുക്ക് നല്ല ലീഡിലേക്ക് വരാൻ പറ്റി.
അപ്പോൾ ഇനി കൊച്ചിയിലെ റൗണ്ടിലേക്ക് എനിക്ക് പ്രഷറേ ഇല്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് വേണ്ടത്, രാഡിക്ക് അതായിരുന്നു വേണ്ടത്. നമ്മൾ കാമായിട്ട് വരാം. അപ്പോൾ റയാൻ ഹെയ്ഗ് is the national champion 2024 SX2 കാറ്റഗറി. ഇതിലും പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ഇനി 2024 വരാനില്ല. അപ്പോൾ എന്താണ് ജോസേട്ടാ, ഹൗ ഡു യു ഫീൽ? ജോസേട്ട് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഇതൊരു ഭാഗ്യം ലഭിക്കണം. പല റേസിൽ പോലും നമ്മൾ ക്രൂവിന് പോകാൻ സാധിക്കാറില്ല. ഈ 3 മക്കളെ റൈഡേഴ്സിനെ ജോസേട്ടൻ തനിച്ചു പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി പ്രാക്ടീസിന്റെ സമയത്ത് അവരെ കൂടെ നിന്ന് ജോലി മാറ്റി വെച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ അത് കാശുള്ളത് കൊണ്ട് മാത്രം സാധിക്കുന്ന സാധനമല്ല. അതിന് വേറെ ഉള്ളുന്നൊരു സാധനം വരാണ്ട്. അത് ജോസേട്ടൻ തന്നെ പറയട്ടെ. ഒരുപാട് സന്തോഷം. കാരണം ഈ മൂമെന്റിൽ നമ്മൾ മോർണിംഗിൽ ഇവിടെ എത്തുന്നത് വരെ വളരെയധികം പ്രഷറിലായിരുന്നു. ഞാൻ മാത്രമല്ല, ഹെയ്ഗും പ്രഷറിലായിരുന്നു, എല്ലാവരും പ്രഷറിലായിരുന്നു. കാരണം നമ്മളൊരു വലിയൊരു ടീമിൻ്റെ ഭാഗമായി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞത് അവനോട് വിൻ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നമ്മൾക്ക് കൊണ്ടുവരണം. കാരണം ഇത്ര വലിയൊരു ടീമിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന കാര്യങ്ങളല്ല. എത്രയോ ആളുകൾ വെറുതെ ഓടിച്ചിട്ട് ഒന്നും കിട്ടാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുന്നു. അതിന് ഇപ്പോൾ ഒരു ബാൻഡിഡോസിന് ഏതൊരു ഹെവി ടീമിൻ്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളും ആ ഒരു 100% ഇട്ടേ മതിയാകും. അപ്പോൾ അതിനിപ്പോൾ ഹെയ്ഗ് ചാമ്പ്യൻഷിപ്പ് ലീഡ് ഒരു 6 പോയിൻറ്റ്സിൻ്റെ ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവനോട് പറഞ്ഞത് അവൻ നല്ല റൈഡറാണ്, പക്ഷേ എവിടേക്കോ അവൻ ഒരു അഗ്രഷനോ കാര്യങ്ങളോ കാണിച്ചിട്ട് സില്ലി മിസ്റ്റേക്സുകൾ കൊണ്ട് അവൻ ആ ഒരു പോയിൻറ്റ്സിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവനോട് പറഞ്ഞത് അവനായിട്ട് തന്നെ നിന്ന് ഓടിക്കാനായിട്ടാണ് പറഞ്ഞത്. കാമായിട്ട് ഓടിക്കുക, പോയിന്റ്സ് ലീഡ് എടുക്കുക. 1-1 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 പോയിന്റ്സിൻ്റെ ലീഡാണ് ഞാൻ ഇന്നിപ്പം അവനോട് പറഞ്ഞത്. ഇനിയിപ്പം കൊച്ചിയിലെ ഈവൻറ്റിൽ നമ്മൾക്ക് ഒന്നും നോക്കാനായിട്ടില്ല. ചാമ്പ്യൻഷിപ്പ് നമ്മൾക്ക് അതായിരുന്നു നമ്മുടെ ആഗ്രഹം. നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്രയും നാളെ പരിശ്രമിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ ആക്സിഡന്റ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഇളയ മോൻ പൂനെ റേസിൽ ഒരു ഹെൽമെറ്റ് ആക്സിഡന്റ്. ഇന്നിപ്പോ രണ്ടാമത്തെ മോനും ഇന്നൊരു ക്രാഷായി. പക്ഷെ അതെല്ലാം ഇതിന്റെ പാട്ടാണ്. റയനും ക്രാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവനോട് പറഞ്ഞത് നീ ആയിട്ട് ഓടിക്കാനായിട്ടാണ് പറഞ്ഞത്. വേറെ ഒന്നും നോക്കണ്ട, നീ ആയിട്ട് ഓടിക്കുക. അതാണ് ഫസ്റ്റ് മോട്ടോയിൽ അവൻ പുറകിൽ നിന്ന് കഴിഞ്ഞാലും വന്ന് പറഞ്ഞത് അവൻ എടുത്തോളൂ. കാരണം എനിക്കറിയാം ലാസ്റ്റ് ലാപ്പ് അല്ലെ സെക്കൻഡ് ലാപ്പ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, അവനത് ചെയ്തോളൂ. ഞാനിപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ സ്റ്റാർട്ട് അവന് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലീഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് സ്റ്റാർട്ട് ഇല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ നിന്നാണെങ്കിലും പിടിക്കാനുള്ള കപ്പാസിറ്റി ഹെയ്ഗിനുണ്ട്, വിൽമറിനുണ്ട്. നിങ്ങൾ വെയിറ്റ് ആൻഡ് അറ്റാക്ക്, ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്തായാലും അതുപോലെ തന്നെ അവൻ ചെയ്ത് അനുഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും ഇന്ന് നമ്മളെ ഡേ ആണ്. ഇന്ന് ഡേ ആണ്. ആണെങ്കിൽ അടുത്ത ആഴ്ച ചാമ്പ്യൻഷിപ്പ് വണ്ടർഫുൾ. വിൽമ വാലന്റിനോ ചെറുതായിട്ടൊരു ഒരു ചെറിയ ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമ്മളെ കയ്യിലല്ല. ദിസ് ഇസ് വാട്ട് റേസ്. എന്താണ് വിൽമർ പറ്റി? സ്റ്റാർട്ട് ഉണ്ടായതാണ്, ഒരു 4th പൊസിഷനിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ മെയിൻ ടേബിൾ ടോപ്പിൽ ഞാൻ ബാക്കിലായിരുന്നു. എല്ലാവരും ഫ്രണ്ടിൽ സ്ലോ ചെയ്ത് ജമ്പ് ചെയ്യണ്ട. അപ്പോൾ ഞാനും ഒബ്വിയസ്ലി സ്ലോ ആയിട്ടാണ് ചവിട്ടി. പക്ഷേ ബാക്കിലാളെ ചവിട്ടിയില്ല, അയാൾ നേരെ എൻ്റെ ഷോൾഡറിൽ വന്നാണ് ലാൻഡ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ക്രാഷായി. പിന്നെ ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ ബെൻഡായി പോയി. റേസ് ഫിനിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് റേസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര നന്നായി ഓടിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ജമ്പ് ചെയ്ത് അവിടെ ഓൾറെഡി ഒരു ക്രാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ സ്ലോ ആക്കേണ്ടി വന്നു. ആ സ്ലോ ആക്കിയപ്പോൾ പിന്നിൽ വന്ന ആൾ നേരെ വന്ന് ആ ഒരു ഷോൾഡറിൽ വീണ് ഇവിടെ കൈയൊക്കെ കംപ്ലീറ്റ് മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും ചിലപ്പം. മാത്രമല്ല ആൻഡ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ കൊച്ചിൻ റേസ്. ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് കൊച്ചിൻ റേസ് നമ്മുടെ നാട്ടിൽ നമ്മൾ തകർക്കും അല്ലേ? ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. Ladies and gentlemen, Nixon Harper, Emmanuel, Sarbat, and Slow, number 10 These guys are 4 laps to go. 4 laps to go, Nixon Harper.
Richard from So that's a proud moment for the team Bangalore. Had an amazing day here at Bangalore for the MRF FMSCI International Racing Supercross Championship in the അഞ്ചാമത്തെ റൗണ്ട് ഉണ്ടല്ലോ. ബാൻഡഡോസ് മോട്ടോർ സ്പോർട്സ് ടീം ഇങ്ങനെ തകർത്ത് തരിപ്പടാക്കി. So the prize distribution happened just before. അവിടെ ശരിക്കും പറഞ്ഞാൽ ഐ എം വെരി താങ്ക്ഫുൾ ടു ദ ഗോഡ് സ്പീഡ് റേസിംഗ് MRF FMSCI ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദ സ്റ്റേജ്. ആ ഒരു റൈഡേഴ്സിന് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിലും മാത്രമല്ല എനിക്കൊരു റെക്കഗ്നൈസേഷൻ, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ, ഒരു അവാർഡും കൂടെ എനിക്ക് തന്നു ഫോർ സപ്പോർട്ടിങ് ഓൾ ദീസ് ഇവൻറ്റ്സ്. അപ്പോൾ വളരെ താങ്ക്ഫുൾ ടു ശ്യാം സാർ ആൻഡ് ദ ഹോൾ ടീം ബിഹൈൻഡ് ദസ്. അടിപൊളി നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വാർ റേസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഫിനാലെ, ദ ഗ്രാൻഡ് ഫിനാലെയാണ് നമ്മൾ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വിത്ത് ദ FMX ആഡഡ് FMX ഫ്രീ സ്റ്റൈൽ ഷോ. നമ്മൾ തോമസും സെബാസ്റ്റ്യനൊക്കെ വരുന്ന ഒരു ഇവൻ്റാണ്. ഇനി ഇതെന്നാണ് നടക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ 30-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ ഒരു റേസിൻ്റെ ട്രാക്കിലേക്ക് നിങ്ങൾക്ക് ഗാലറിയിലേക്കുള്ള എൻട്രി വൈകുന്നേരമല്ല, ഉച്ചക്ക് 1 മണി മുതൽ ഗേറ്റ്സ് ഓപ്പൺ ആണ്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്, കൊച്ചിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് ഫ്രീ ആയിട്ടാണ് ഗാലറിയിൽ ഇരുന്ന് ഫ്ലഡ് ലൈറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് റേസ് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ദർ ഇസ് നോ മണി ഫോർ ദ ടിക്കറ്റ്സ്. മനസ്സിലായോ? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് റേസ് കാണാൻ പറ്റുന്ന ഒരു റേസാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ദ. നമ്മൾ ഒരു ഗേറ്റ്സ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ വരണം. ബിക്കോസ് ടിക്കറ്റ് വെച്ചിട്ടുള്ള തൃശ്ശൂർ ഇവൻറ്റിന് വരെ ഗാലറി ഫുള്ളാണ്. ടിക്കറ്റ് ഇല്ലാത്ത ഒരു ഇവൻ്റ് ആവുന്ന സമയത്ത് പരിപാടിക്ക് ഒരു കുറവും വരുത്തുന്നില്ല. എല്ലാം അത് നമ്മൾ തൃശ്ശൂർ കണ്ട പോലെയൊക്കെ തന്നെ. പക്ഷേ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് ഒരു MRF ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം എത്തുന്ന ആളുകൾക്ക് കയറിയിരുന്ന് സമാധാനത്തിൽ കാണാൻ സാധിക്കും. ഇനി സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക, യൂട്യൂബ് നിങ്ങൾ നോക്കുക. ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് റിഗാർഡിങ് ദ MRF ഫൈനൽ റൗണ്ട്. അതിന് ട്രാക്ക് സെറ്റപ്പും അങ്ങനെ നമ്മൾ ടീമിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോകളും ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കീപ് ഓൺ സപ്പോർട്ടിങ് us and hope to see you for the biggest grand finale at Cochin on 13th November 4 p.m. See you in large numbers. Bye bye. This is Murshid Banado signing off.